എനിക്കല്ലേ. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലുത്ത ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദനപ്പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. അയ്യോ ചേട്ടാ, ഇതെന്താ ഈ വേഷത്തില്? എടി അഥവാ എന്നെ ആരെങ്കിലും കണ്ടാലേ ഗന്ധർവനാണെന്ന് വിചാരിച്ചോളൂ. അയ്യടാ, ഗന്ധർവന്മാര് സാധാരണ കയ്യിലൊന്നും കരുതാറില്ലല്ലോ, ഇതെന്താ ചേട്ടന്റെ കയ്യില്? എടി അഥവാ സ്വല്പം ലേറ്റ് ആയാലും ഇവിടെ നിന്ന് തന്നെ രാവിലെ അടിച്ച് പണിക്ക് പോവല്ലേ. ഇതൊക്കെ എന്റെ പണിയായുധങ്ങളാ. ചേട്ടന്റെ ഒരു കാര്യം, കള്ള ഗന്ധർവൻ. പിന്നെ ഇനി തൊട്ട് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഇവിടെ വരും. എന്നിട്ടേ ആ കാണുന്ന മാവിന്റെ കൊമ്പിൽ കിടന്ന് തൂങ്ങിയാടി ഞാൻ വിസിലടിക്കും. അയ്യോ ചേട്ടാ, മാവിന്റെ കൊമ്പിലൊന്നും തൂങ്ങല്ലേ. അതെന്താ? വവ്വാരാണെന്ന് കരുതി നാട്ടുകാര് തല്ലിക്കൊല്ലും. ചേട്ടാ, ഒരു സംശയം. പറയൂ കരളെ. ചേട്ടാ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ? കൊള്ളാം, പോയിട്ടുണ്ടോന്നാ? 2ാം ക്ലാസ്സിൽ 2 കൊല്ലമാ പഠിച്ചത്. ചേട്ടനെ സ്കൂളിൽ ചേർത്തപ്പോ അടയാളമായിട്ട് കറുത്ത മറുക എങ്ങനെ കാണിച്ചു കൊടുത്തു? വേണ്ട വേണ്ട, ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കണ്ട. ആരുടെ അത്? അയ്യോ, അപ്പൊ ഉണർന്നു. ഞാൻ ഇനി എങ്ങോട്ട് പോടി? എന്റെ കഞ്ഞും കാലൊക്കെ വിറയ്ക്കുന്നടി. എന്നെ എങ്ങനെ ഒന്ന് രക്ഷിക്കടി. ചേട്ടാ ഒരു കാര്യം ചെയ്യ, അവിടെ പോയിരുന്നു, പൂച്ചയാണെന്ന് പറയാം. മതി, അവിടെ ചെന്നിരുന്നാ മതിയാ. നീ എന്നെ രക്ഷിച്ചോണേ. എന്താടി ഇതിനകത്തൊരു ശബ്ദം കേട്ടത്? അത് പിന്നെ ഒരു കണ്ടം പൂച്ചയാ. എടി, ഇത്രയും നാളായിട്ട് എന്റെ ഈ പ്രായത്തിൽ ഇതിനകത്തൊരു കണ്ടം പൂച്ച കണ്ടിട്ടില്ല. എവിടെയാണ് ഈ കണ്ടം പൂച്ച? കാണട്ടെ. കണ്ടം പൂച്ച. അയ്യോ പൊന്നുമോളെ, ഇത് കുറച്ച് വലുതാണല്ലോടി. ഈ പൂച്ച ഇന്ന്. അയ്യോ അപ്പൊ പൂച്ചയല്ലത്. പിന്നെ ഇന്ന് എന്നെ കല്യാണം നിശ്ചയിക്കാൻ വന്ന ചെക്കനാ. അയ്യോ എന്റെ പൊന്നുമോളെ, നീ നേരത്തെ പറയാത്തെന്തടി? എന്നാ ഒരു ഗ്ലാസ് പാല് മാറ്റി വന്ന് നിന്റെ ആദ്യ രാത്രി ഞാൻ ഇവിടെ ഘോഷിച്ചേനല്ലോ. ദൈവമേ, എന്റെ മോളെ ഈ കല്യാണവും മുടങ്ങിയല്ലോ.